വെൽക്കം ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ കുറേ നാളായി കണ്ടന്റ് ഇട്ടിട്ട് ബിഗ് ബോസിൻ്റെ എന്താ നടക്കുന്നതല്ലേ. ബിഗ് ബോസിൽ റീ എൻട്രീസ് ഉണ്ടാവുന്നു. അതിൽ ജാൻമണി വിഷയമാണ് ഇപ്പോൾ നിൽക്കുന്നത്. ജാൻമണി അർജുൻ വിഷയം. സി ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം സെലിബ്രിറ്റീസാണ് വരുന്നത്. കോമണേഴ്സ് ഇപ്പോൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ബട്ട് ഈ സെലിബ്രിറ്റീസ് ആയതുകൊണ്ട് തന്നെ അവർക്ക് പരസ്പരം അറിയാം എന്നുള്ളത് അത്ര വലിയ വിഷയമല്ല. എന്തായാലും നമ്മളതിൽ കണ്ടിരിക്കുന്ന പലരും തമ്മിൽ പല അടുപ്പങ്ങളും ഉണ്ട്. നേരത്തെ അറിയുന്നവരാണ്. ഇപ്പോൾ തന്നെ സായി, ജാസ്മിൻ അവർ ഒരേ ഫീൽഡിൽ നിൽക്കുന്നവരാ, അവരറിയുന്നവരാണ്. അതുപോലെ തന്നെയാണ് അർജുൻ ആൻഡ് ജാൻമണി. പക്ഷേ ആ റിലേഷൻഷിപ്പ് എങ്ങനെയുള്ളതാണ്, അത് എത്രത്തോളം പോയ റിലേഷൻഷിപ്പാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കറിയില്ല. ബട്ട് ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം അതിൽ പരസ്പരം അറിയുന്നവർ. ഇപ്പോൾ ശ്രീതു ചോദിക്കുന്നുണ്ട് അർജുനോട്, നിങ്ങൾ തമ്മിൽ എന്നാ തപ്പ് നടത്തിയിരിക്കുക ഓർ എന്താ 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 സംഭവം. കാരണം ജാൻമണി രണ്ടാമത് വന്നതിന് ശേഷം അർജുൻ ഭയങ്കര ടെൻസ്ഡാണ്. കുറച്ച് സമയം റിലാക്സ് ആവും, പിന്നെ ടെൻസ്ഡ് ആവും, പിന്നെ റിലാക്സ് ആവും, പിന്നെ ടെൻസ്ഡ് ആവും. അങ്ങനെ പോകുന്നുണ്ട്. സോ ശ്രീധുവിന് അത് പെട്ടെന്ന് കത്തുമായിരിക്കും. കാരണം അർജുനും ശ്രീധുവും തമ്മിലായിരുന്നു എല്ലാം കാര്യങ്ങളും സംസാരിക്കുന്നതും എല്ലാം. അപ്പോൾ ശ്രീധു ഇങ്ങനെ ചോദിച്ചു. ആൻഡ് പുറത്ത് നമുക്കറിയാം രഞ്ജിനി ഹരിദാസിൻ്റെ ഇൻ്റർവ്യൂവിൽ ജാൻമണി പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അർജുൻ മുൻപേ മെസ്സേജ് അയക്കാറുണ്ട്. അതുപോലെ തന്നെ അർജുനെ നമ്മുടെ ഈ മോഡൽ വേൾഡിലേക്ക് കൊണ്ടുവന്നത് തന്നെ ജാൻമണിയാണ്. അപ്പോൾ എന്തായാലും അവർ തമ്മിൽ മുൻപേ പരിചയമുണ്ട്. ഇനി ആ പരിചയം എങ്ങനത്തെയാണ് വേറെ രീതിയിലൊക്കെ സോഷ്യൽ മീഡിയയിൽ പോകുന്നുണ്ട്. ആൻഡ് ഇത് ഇപ്പോൾ ഒരു ഫൈനലായിരിക്കുകയാണ്, ഗ്രാൻഡ് ഫിനാലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി വരാത്തതും പറയാത്തതും ആയിട്ടുള്ള പല കാര്യങ്ങളും പുറത്ത് വരും. ആൻഡ് അതുപോലെ തന്നെ വോട്ട് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട്, അതായത് ഇപ്പോൾ നമ്മൾ ഏതൊരു പോൾ എടുത്ത് നോക്കിയാലും അറിയാം, നമ്മുടെ ജിൻഡോയും അതുപോലെ ജാസ്മിനുമാണ് നിൽക്കുന്നത് ടോപ്പ് 1 ടോപ്പ് 2. പക്ഷേ ഏത് പോളിലും ജിൻഡോ ആണ് ടോപ്പ് 1 ആയിട്ട് നിൽക്കുന്നത്, ജാസ്മിൻ താഴെയാണ് നിൽക്കുന്നത്. തൊട്ട് താഴെയൊന്നല്ല, അത്യാവശ്യം ഡിഫറൻസ് ഉണ്ട് ജിൻഡോയും ജാസ്മിനും തമ്മിൽ. അപ്പം ഇവർക്കിടയിലേക്ക് വരാൻ അഭിഷേക് ആൻഡ് ഋഷി, ഇതെന്തായാലും നടക്കില്ല. ഋഷി മിക്കതും അടുത്ത പ്രാവശ്യം ഔട്ടാവും. കാരണം ഫസ്റ്റ് ഔട്ടാവുന്നത് ഋഷി ആയിരിക്കും. കാരണം ശ്രീധു എന്ന് പറയുന്നൊരു വ്യക്തിക്ക് അത്യാവശ്യം നല്ല ഫാൻ ബേസ് ഉണ്ട്. അതെവിടെ നിന്ന് വന്നു, മലയാളികൾക്കിടയിൽ നിന്നാണോ അതോ തമിഴ് മക്കൾക്കിടയിൽ നിന്നാണോ എന്നറിയില്ല. എനിവേ നല്ല ഫാൻ ബേസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത്ര നാളൊന്നും ചെയ്യാതെ തന്നെ അവിടെ നിന്നത് ശ്രീധു. അങ്ങനെയൊക്കെ നിൽക്കാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണല്ലേ. കാരണം ഒന്നും ചെയ്യാതെ ഒരാളെ ഇങ്ങനെ നോക്കി കുറേ നേരം ഇരിക്കുക, അത് കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കുക, വെറുതെ സംസാരിക്കുക, ഓവർ ക്യൂട്ട്നെസ്. അപ്പോൾ അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബിഗ് ബോസിൽ നിന്ന് പോകാൻ പറ്റും. 100 days എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സാലറിയും കിട്ടും. ശ്രീധുവിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം നല്ല സാലറി ഉണ്ട്, ലാക്സ് എബോവ് കിട്ടും. അപ്പോൾ പിന്നെ പണിയെടുക്കാതെ കാര്യം കഴിഞ്ഞു എന്നുള്ള രീതിയിൽ ശ്രീധുവിന് അവിടെ നിൽക്കാം. ആൻഡ് അർജുൻ, അപ്പോൾ ഇവർക്കിടയിലേക്ക് ഈ ജിൻഡോയ്ക്കും ജാസ്മിനും ഇടയിലേക്ക് വരാൻ സാധ്യതയുള്ള ഒരാളാണ് അർജുൻ എന്ന് പറയുന്ന ഒരാൾ. കാരണം ശ്രീധുവിന് ഫാൻ ബേസ് ഉണ്ട്. ശ്രീധു, അർജുൻ, ജിൻഡോ, ജാസ്മിൻ. ഓക്കെ, ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് കിട്ടുക. ആൻഡ് അഭിഷേക് എന്ന് പറയുന്ന വ്യക്തിയും അർജുനും എനിക്ക് തോന്നുന്നില്ല. കാരണം അർജുനേക്കാളും താഴെ പോകാനാണ് അഭിഷേകിന് സാധ്യത. അതുപോലെ തന്നെ ഋഷി ആൻഡ് ശ്രീധു, ഇവരിൽ ആരെങ്കിലും ആയിരിക്കും ഔട്ട് ആവുക, അത് ഋഷി ആവാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ ഈ അർജുൻ്റെ കേസിൽ ഈ ടോപ്പ് 1 ആര് വരും? ഇപ്പം അർജുനും അതോ ജിൻഡയാണോ ജാസ്മിനാണോ? ഈ ഒരു 3 കൺഫ്യൂഷൻസേ ഇവിടെ നിൽക്കുന്നുള്ളൂ. ഇനി ഇവരൊന്നുമില്ലാതെ ശ്രീധു വരുമോ എന്നുണ്ടെങ്കിൽ അത് ശ്രീധുവിൻ്റെ വലിയൊരു ഭാഗ്യമായിരിക്കും എന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ അപ്പോൾ ഇവർക്ക് 3 പേർക്കും ഇടയിൽ ഒത്തിരി കോൺട്രവേഴ്സീസ് ഇനി നമ്മൾ കേൾക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. അതിൽ ശരിയായ കാര്യങ്ങളും ഉണ്ടായിരിക്കും, തെറ്റായ കാര്യങ്ങളും ഉണ്ടായിരിക്കും. സോ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു റിയൽ റിയാലിറ്റി ഷോയാന്ന് പറയുന്ന ഒരു ഷോ ഇപ്പോൾ എന്താ പറയുക, ഇലക്ഷൻ്റെ ഒക്കെ പോലെയാണല്ലേ. അങ്ങനെ ഭയങ്കരമായിട്ട് പോയി. വീട്ടുകാരായാലും അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയാലും റിലേഷൻഷിപ്പിൽ ഇരിക്കുന്നവരായാലും അങ്ങനെ എല്ലാവരും വാഗ്ദാനങ്ങളായിട്ട് വരാൻ തുടങ്ങിയിരിക്കുന്നു. അതുപോലെ തന്നെ അങ്ങനത്തെ ഒരു ലെവലിലേക്ക് പോവാണ്, ഫുൾ എലക്ഷൻ മോഡിലേക്ക് പോവാണ്. ഭയങ്കരമായിട്ട് ജനങ്ങൾക്കിടയിൽ, അത് ഈ സോഷ്യൽ മീഡിയയുടെ ഡെവലപ്മെൻറ്റ് തന്നെയാണ് കേട്ടോ. ജനങ്ങൾക്കിടയിൽ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ അത്രയ്ക്ക് വലിയ ഷോ. ഇനിയിപ്പോൾ ഇത് കഴിയുമ്പോൾ ഇതിൻ്റെ കോൺട്രവേഴ്സീസ് വരും, അത് കഴിയുമ്പോഴേക്കും അടുത്ത ഷോ വരും, സീസൺ വരും, അടുത്ത സീസൺ വരും, അങ്ങനെ പോയിക്കൊണ്ടിരിക്കും.
അപ്പോൾ ജനങ്ങൾക്കിടയിൽ ഒരു ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയും അത് പിന്നീട് എന്താ പറയുക ജനങ്ങളുടെ ഇടയിൽ തന്നെ ഒരു മാറ്റം വരുത്തുക, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ആർമികൾ ഉണ്ടാക്കുക, തല്ലുണ്ടാക്കുക, ഇങ്ങനെയൊക്കെയുള്ള രീതിയിലേക്ക് ബിഗ് ബോസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ വരുന്ന കോൺട്രവേഴ്സീസ് എന്ന് പറയുന്നത് നമ്മുടെ അർജുൻ ആൻഡ് ജാൻമണിയാണ് മെയിനായിട്ട് നിൽക്കുന്നത്. ജിൻഡോ എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ പൂച്ചയെ പോലെ ഇരിക്കുന്നുണ്ട്, ജാസ്മിൻ ഉണ്ട്. അപ്പോൾ ജാസ്മിൻ ഗബ്രീനെ നോക്കിയിരിക്കുന്നുണ്ട്. ജാസ്മിൻ ഇനിയും കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും ആ കുട്ടി ഇറങ്ങുമ്പോൾ ബാക്കിയുള്ളതൊക്കെ ഫേസ് ചെയ്യട്ടെ എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം അത്ത പറഞ്ഞിട്ട് പോലും മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ അത് ആളുടെ ഡിസിഷനാണ്. ഓരോരുത്തർക്കും ലൈഫിൽ എന്ത് ഡിസിഷൻ എടുക്കണം അവർക്ക് തീരുമാനിക്കാമല്ലോ. അപ്പം ആ തീരുമാനത്തിൽ എന്താണോ അത് അവർ ഫേസ് ചെയ്യേണ്ടി വരും എന്നേ ഉള്ളൂ. അപ്പോൾ ഈ 3 സർക്കിളാണ് ജിൻഡോ, ജാസ്മിൻ, അർജുൻ. ഇവരൊന്നും അല്ലാതെ ശ്രീധു കയറി വരുമോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ശ്രീധുവിൻ്റെ കാര്യം അൺപ്രഡിക്റ്റബിൾ ആണ്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ശ്രീധുവിൻ്റെ കാര്യത്തിൽ? ശ്രീധു വരുമോ? കാരണം തമിഴ് മക്കളുടെ ഇടയിൽ നല്ല ഫാൻ ബേസും നല്ല വോട്ടും ഉണ്ട്. ഇവിടുത്തെ ആൾക്കാരും ചെയ്യുന്നുണ്ട് ശ്രീധുവിന്. ക്യൂട്ടല്ലേ? അത് കണ്ടിട്ടും ചെയ്യുന്നവരുണ്ടാവാം. ആൻഡ് നമ്മുടെ യൂട്യൂബ് പോൾസിനെ വെച്ച് നോക്കുന്ന സമയത്ത് അതൊന്നുമല്ല നമ്മുടെ ഹോട്ട്സ്റ്റാർ പോൾ കിട്ടുന്നത്. ആൻഡ് ഇതൊന്നുമല്ല ബിഗ് ബോസിൽ നടക്കുന്ന കളികൾ, അതും വ്യത്യാസമാണ്. അപ്പോൾ അത് അൻസിബയുടെ വിഷയത്തിലൊക്കെ നമുക്ക് മനസ്സിലായ കാര്യമാണ്. അപ്പോൾ കാത്തിരുന്ന് കാണാം കോൺട്രവേഴ്സീസ് ഇനി എന്തായിരിക്കും. ഇനി എന്തെങ്കിലും ന്യൂ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വരാം. കാരണം ഇനി അധികം ദിവസങ്ങളില്ല ഗ്രാൻഡ് ഫിനാലേക്ക്, കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. സോ അത് കഴിഞ്ഞാൽ നമ്മുടെ ബിഗ് ബോസ് കഴിഞ്ഞിരിക്കുകയാണ്. അട്ടർ ഫ്ലോപ്പായിരുന്നു ഈ ഒരു സീസൺ എന്നേ പറയാൻ പറ്റുള്ളൂ. TRP വളരെ ഹൈ ആയിരുന്നു എന്ന് പറഞ്ഞാലും നല്ല കളിക്കാരായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ കളിച്ച ആൾക്കാർ വെച്ച് നോക്കുമ്പോൾ ബിഗ് ബോസിലെ കോണ്ടസ്റ്റൻ്റ് ഒന്നും അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അട്ടർ ഫ്ലോപ്പായിരുന്ന ഒരു സീസൺ ആയിരുന്നു. ആൻഡ് അതുപോലെ തന്നെ പലരുടെയും ലൈഫ് ക്വസ്റ്റ്യൻ മാർക്കിൽ നിൽക്കുന്ന ഒരു സീസണാണ്. പലരുടെയും കരിയർ ക്വസ്റ്റ്യൻ മാർക്കിൽ നിൽക്കുന്ന ഒരു സീസണാണ്. ഒരു രാജാവില്ലാത്ത സീസണാണ്. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ ഇനി കാത്തിരുന്ന് കാണാമല്ലേ എന്തായിരിക്കും ഗ്രാൻഡ് ഫിനാലയിൽ. ജിൻഡോ ആയിരിക്കുമോ, ജാസ്മിൻ ആയിരിക്കുമോ, അർജുൻ ആയിരിക്കുമോ, ഇതൊന്നും അല്ലാതെ ശ്രീധു ആയിരിക്കുമോ? അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്തേ നിങ്ങളുടെ മനസ്സിൽ ആരായിരിക്കും.